കോഴിക്കോട് ലോക്സഭാ മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പാവനാടകവും വെന്റിലോക്കിസം എന്ന് പേരിട്ട പാവനാടകമാണ് LDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ കയ്യടി നേടുന്നത്. കലാകാരനായ TNR കോഴിക്കോടാണ് പാവനാടകം അവതരിപ്പിക്കുന്നത്. വയനാട്ടിലെ പ്രധാനമന്ത്രി അതരാ വയനാട്ടിൽ ഏത് പ്രധാനമന്ത്രിയാണ്? കൊടി പോലും പിടിക്കാൻ പറ്റുന്നില്ല. കോൺഗ്രസിന്റെ ഒരു ഗതികേടേ, കൊടി പിടിക്കാൻ പറ്റുന്നില്ല. അവിടെ പോയിട്ട് അതാണ് കോൺഗ്രസിന്റെ ഒരു ഗതികേട്. കോഴിക്കോട് ചെറുട്ടി നഗർ ജംഗ്ഷനിൽ ഇടത് സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയാണ് കേന്ദ്രം. അവിടെ TNR കോഴിക്കോട് കുരങ്ങിന്റെ രൂപത്തിലുള്ള പാവ കൈയിലേന്തി നാടകം അവതരിപ്പിക്കുകയാണ്. മനുഷ്യരൊന്നു പോലെയാകണം, നേർവഴിക്കു നാം കൊടുത്ത പേരതാണു മാർക്സിസം, ആ നേർവഴിക്കു നാം കൊടുത്ത പേരതാണു മാർക്സിസം. തടിച്ചുകൂടി നിൽക്കുന്ന ജനങ്ങളെ രസിപ്പിക്കാൻ വേറിട്ടൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ രീതി. എന്നാലും അവര് പൗരത്വ ബില്ല് പാസ്സാക്കിയില്ലേ? കേരളത്തിൽ നടക്കൂലേ? എന്താ നടക്കാത്തത്? മുഖ്യമന്ത്രി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അത് നടക്കൂലെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അത് നടക്കൂലെന്ന്. സമകാലിക വിഷയങ്ങൾ നർമ്മത്തിൽ ചാലിച്ചാണ് കുരങ്ങ് പാവനാടകം അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായി കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ വികസന മുരടിപ്പാണെന്ന ഇടതുപക്ഷ ആരോപണം നാടകത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കണ്ടില്ലേ എന്തെല്ലായിരുന്നു? ED, CBI, സ്വപ്ന എല്ലാരും കൂടി ഒരു കളി കളിച്ചില്ല അവര്. എന്തായിരുന്നു അത്? അതായത് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? കൂടാതെ എളമരം കരീമിനെ വിജയിപ്പിക്കേണ്ടതിന്റെ പ്രസക്തിയെക്കുറിച്ചും നാടകം കാണികളെ ഉത്ബോധിപ്പിക്കുന്നു. എത്ര കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണെന്നറിയോ? നല്ല ഈ മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ ഒരു ജയിലിലടച്ചിരിക്കുക. ഇവിടെ കേരളം ആയതുകൊണ്ട് മാത്രമാണ് ഇതൊന്നും നടക്കാത്തത്. ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ടും. നടക്കാവ് സ്വദേശിയായ TN രഘുത്തമൻ എന്ന TNR കോഴിക്കോടാണ് ഇത്തരമൊരു നാടകത്തിന് രൂപം നൽകിയത്. മനുഷ്യനാകണം പുല്ലിനും പുഴുവിനും ചരാചരങ്ങളൊക്കെയും തുല്യമെന്ന നേരത്തിന്റെ പേരതാണ് മാർക്സിസം. മനുഷ്യനാകണം. കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലത്തിലായിരുന്നു ഇടത് സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പര്യടനം. ഇടത് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പര്യടന കേന്ദ്രങ്ങളിലെല്ലാം പാവനാടകവുമായി TNR കോഴിക്കോട് എത്തുന്നുണ്ട്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. 194 പേരാണ് മത്സരരംഗത്തുള്ളത്. മാറി മാറി വരുന്ന വിവാദ രാഷ്ട്രീയങ്ങൾ ഒക്കെയാണ് കൂടുതൽ ചർച്ചയായി മാറുന്നത്. വിവരങ്ങളും സമഗ്ര വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി D ബിനോയ് ചേരുകയാണ്. ബിനോയ്, നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതിന് ശേഷം 194 സ്ഥാനാർത്ഥികൾ, ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്